മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡിന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള സൗകര്യമൊരുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. മുനമ്പത്തെ 610 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് മുനമ്പം സമരസമിതി നടത്തുന്ന സമരം 1 വർഷം പിന്നിടുമ്പോഴാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വരുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന്റേതല്ല എന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തർക്കത്തിലുള്ള ഭൂമിയുടെ കരം സ്വീകരിച്ച് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് ബിജെപിയുടെ മാർച്ച്. കരമടയ്ക്കാനുള്ള അപേക്ഷയുമായി സമരക്കാരുടെ പ്രതിനിധികൾ വില്ലേജ് ഓഫീസിൽ കയറിയെങ്കിലും നിലവിൽ കരം സ്വീകരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നായിരുന്നു വില്ലേജ് ഓഫീസറുടെ മറുപടി. തുടർന്ന് ബിജെപി പ്രവർത്തകർ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. जय बोलो जय बीजेपी, जय बोलो जय बीजेपी, जय बोलो जय बोलो, जय बोलो जय बोलो, जय बोलो जय बीजेपी. ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടി വഖഫ് എന്ന കാടത്ത നിയമത്തെ അനുകൂലിക്കുകയും എന്നാൽ അതിൽ ജനാധിപത്യം ഉണ്ടാകണം, ജനാധിപത്യ രീതിയിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ അതിനെ നോക്കിക്കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. വഖഫ് ബോർഡിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം നൽകാനാണ് കരം സ്വീകരിക്കാത്തതെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി ഷോൺ ജോർജ് ആരോപിച്ചു. സുപ്രീം കോടതിയിൽ സ്റ്റേ വരാൻ വേണ്ടി പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്തു, എല്ലാവരും സ്വാഗതമാണ്. സ്വാഭാവികമായും ഹൈക്കോടതി വിധിക്കാരെ സുപ്രീം കോടതി പോകുമ്പോൾ അതിന് സ്റ്റേ കിട്ടിയാൽ മുനമ്പം ജനത വീണ്ടും പ്രതിസന്ധിയിലായി. ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നു, മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ ഹൈക്കോടതി വിധിയല്ല നടപ്പിലാക്കേണ്ടത് സർക്കാർ തീരുമാനമെടുക്കുകയാണ് ചെയ്യേണ്ടത്. സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പം നിലവിലുള്ള കേന്ദ്ര നിയമപ്രകാരം, അതായത് സെക്ഷൻ 40 അനുസരിച്ചാണ് 2019 ഈ വസ്തു വഖഫിൻ്റെതായി മാറിയത്. സെക്ഷൻ 40 ആ നിയമം ഇന്നില്ല, ആ നിയമം ഇന്ന് പ്രാബല്യത്തിലില്ല. മാത്രമല്ല പുതിയ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് സെക്ഷൻ 2 പ്രൊവൈസോ അനുസരിച്ച് സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഇത്തരത്തിലൊരു ഒരു മുസ്ലിം അത് ദാനമായി നൽകിയാൽ അത് വഖഫ് ബോർഡിൻ്റെ പരിധിയിൽ വരില്ല എന്ന് കൃത്യമായി പുതിയ നിയമത്തിലുണ്ട്. ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. സർക്കാർ ആ നിയമത്തിൻ്റെ പിൻബലത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്താൽ ഇവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും. മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുടെ കണികയുണ്ടെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കണം. നാളത്തേന് പോയാൽ ഇത് സ്റ്റേ ആവും. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് ബിജെപി ഭാരവാഹികൾ അറിയിച്ചു. ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഷബിൻ ലാൽ, സംസ്ഥാന കൗൺസിൽ അംഗം വി അനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് NM രവി, ES പുരുഷോത്തമൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജനം, കൊച്ചി.